കുറച്ചാൾ മുമ്പ് സേവിങ്സ് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് പൂജ്യമാക്കിയാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു നിയമം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറപ്പെടുവിച്ചിരുന്നു. പിന്നീട് അതെടുത്ത് മാറ്റി മിനിമം ബാലൻസ് എല്ലാ ബാങ്കിലും 1000 രൂപയായിട്ട് മാറ്റി. ഇപ്പോൾ വീണ്ടും ആ നിയമം റിവേഴ്സായിട്ട് വന്നിരിക്കുന്നു. സേവിങ്സ് അക്കൗണ്ടിൽ 0 ബാലൻസ് മതി, എല്ലാ സേവിങ്സ് അക്കൗണ്ട് സേവനങ്ങളും സൗജന്യമായിട്ട് വേണം എന്ന് റിസർവ് ബാങ്ക് വേറൊരു നിയമം പുറപ്പെടുവിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഉള്ള ജനങ്ങളുടെ സാമ്പത്തിക നിലവാരം അമേരിക്കയിലുള്ളതുപോലെയല്ല. അധികം പേരും എപ്പോഴും മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. കാരണം ആ മിനിമം ബാലൻസിലിരിക്കുന്ന പൈസ അടക്കം അവർക്ക് എടുക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. മാത്രമല്ല 0% ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു. കാരണം എല്ലാവർക്കും എപ്പോഴും ബാങ്കിൽ പൈസ കൊണ്ടിടാൻ ഇല്ല. നിലവിൽ ഇട്ടിരിക്കുന്ന പൈസ അവർക്ക് പല ആവശ്യങ്ങൾക്കായിട്ട് അവർക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുമുണ്ട്. എന്നാൽ 0% ബാലൻസ് കൊടുക്കാത്തതായിട്ടുള്ള ബാങ്കുകൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 0% ആയി കഴിഞ്ഞാൽ ഒരു ഫൈൻ ഈടാക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് മിനിമം ബാലൻസ് എത്രയാണോ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് വരികിൽ. അപ്പോൾ ഈ ഫൈൻ ഈടാക്കുന്ന രീതി ഒരു അപഹാസ്യമാണ്. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ് ബാങ്കിൽ കൊണ്ടിടുന്നത്. ആ പൈസയ്ക്ക് ബാങ്ക് മിനിമം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഫൈൻ അടയ്ക്കുമ്പോൾ അത് ബാങ്ക് നമ്മളെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം നമ്മുടെ പൈസയാണ് ബാങ്കിൽ കൊണ്ടിടുന്നത്. അങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ നിയമം മാറി വന്നിരിക്കുന്നതുകൊണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എടുത്തിരിക്കുന്ന തീരുമാനം അടിപൊളിയാണ്, പ്രശംസനീയമാണ്. 0 ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരുപാട് സാധാരണക്കാർക്ക് ആശ്വാസകരമായി തീരുന്ന ഒരു നിയമമാണ്.